ടാൽക് അധിഷ്ഠിത ബേബി പൗഡറും മറ്റ് ടാൽക് ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ചതിനെ തുടർന്ന് ക്യാൻസർ ഉണ്ടായെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് വന്ന 10,000-കണക്കിന് കേസുകൾ ഒത്തുതീർപ്പാക്കാൻ ജോൺസൺ ആൻഡ് ജോൺസന് നൽകേണ്ടി വരുന്നത് 47,300 കോടി രൂപ നഷ്ടപരിഹാരം. യുഎസിലെ ഫെഡറൽ സംസ്ഥാന കോടതികളിൽ നിലനിൽക്കുന്ന അണ്ഡാശയ ക്യാൻസർ കേസുകളിൽ ഏകദേശം 99.75% ഈ ഒത്തുതീർപ്പിന്റെ പരിധിയിൽ വരും. ഇതോടെ ഒരു ദശാബ്ദത്തിലേറെ നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിന് അവസാനമാവുകയാണ്. ജോൺസൺ ആൻഡ് ജോൺസൺ ബേബി പൗഡറും മറ്റ് ടാൽക് അധിഷ്ഠിത ഉൽപ്പന്നങ്ങളും ദീർഘകാലം ജനനേന്ദ്രിയ ഭാഗത്ത് ഉപയോഗിച്ചതിനാൽ അണ്ഡാശയ ക്യാൻസർ ഉണ്ടായെന്നാണ് ആയിരക്കണക്കിന് സ്ത്രീകൾ പരാതി നൽകിയിരുന്നത്. ചില ഉൽപ്പന്നങ്ങളിൽ ആസ്ബസ്റ്റോസ് ഉണ്ടായിരുന്നുവെന്നും മെസോതെലിയോമ ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായെന്നുമാണ് ചില കേസുകളിലെ മറ്റൊരു പ്രധാന വാദം. ഈ ഒത്തുതീർപ്പിൽ ഏകദേശം 76,000 കേസുകളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ ഫെഡറൽ കോടതിയിൽ 69,000-ഓളം കേസുകളും വിവിധ സംസ്ഥാന കോടതികളിലെ അനുബന്ധ കേസുകളും ഉൾപ്പെടുന്നു. ഈ കരാറിലൂടെ യുഎസിൽ ബാക്കിയുള്ള അണ്ഡാശയ ക്യാൻസറുമായി ബന്ധപ്പെട്ട മിക്ക ടാൽക് കേസുകൾക്കും പരിഹാരമാകുമെന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ അറിയിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെല്ലാം തന്നെ ജോൺസൺ ആൻഡ് ജോൺസൺ നിഷേധിക്കുകയാണ്. തങ്ങളുടെ ടാൽക് ഉൽപ്പന്നങ്ങൾ സുരക്ഷിതവും ആസ്ബസ്റ്റോസ് രഹിതവുമെന്നാണ് കമ്പനിയുടെ നിലപാട്. നഷ്ടപരിഹാരം നൽകാൻ സമ്മതിച്ചെങ്കിലും ഈ തെറ്റ് സമ്മതിക്കുന്നില്ലെന്ന് ജോൺസൺ ആൻഡ് ജോൺസൺ വ്യക്തമാക്കി. തങ്ങൾക്കെതിരായ ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നാണ് കമ്പനിയുടെ നിലപാട്. വർഷങ്ങളായി നീണ്ടുനിന്ന ചെലവേറിയ നിയമ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് ആരോഗ്യ സംരക്ഷണ ബിസിനസ്സിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഒത്തുതീർപ്പിന് തയ്യാറായതെന്നും ജോൺസൺ ആൻഡ് ജോൺസൺ. കേസുകൾ അവസാനിപ്പിക്കാൻ ജോൺസൺ ആൻഡ് ജോൺസൺ മുമ്പ് 3 തവണ നിയമ നടപടികളിലൂടെ ശ്രമിച്ചിരുന്നു. എന്നാൽ ഈ ശ്രമങ്ങൾ യുഎസ് കോടതികൾ തള്ളിക്കളഞ്ഞു. തുടർന്ന് പരാതിക്കാരുമായി നേരിട്ട് ഒത്തുതീർപ്പിലെത്താൻ കമ്പനി തീരുമാനിക്കുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നിങ്ങളുടെ വീടിന് നിങ്ങളുടെ ഡിസൈൻ. G-Land Steel Doors and Windows.